അച്ഛനെ കിട്ടിയപ്പോ 2 ചേച്ചിമാർക്കും നല്ല സന്തോഷായി. എന്റെ അച്ഛനെ കിട്ടിയാൽ എനിക്കും സന്തോഷാവും. ആരായിരിക്കും എന്റെ അച്ഛൻ? അല്ല, ഇവിടെയുള്ളത് അച്ഛനും അല്ല, അമ്മയും ഇതല്ല. എനിക്കും അറിയണ്ടേ എന്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ. എനിക്കും സന്തോഷിക്കണ്ടേ? എനിക്കിതുപോലെ അമ്മയോടും അച്ഛനോടും തമാശ പറയണ്ടേ? എനിക്കറിയണം എന്റെ അച്ഛനും അമ്മയൊക്കെ ആരാണെന്ന്. അറിഞ്ഞേ പറ്റൂ. അമ്മോട് ചോദിച്ചാ വിഷമം വരും. പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ചോദിക്കണം. ചോദിച്ചാൽ അമ്മ കരയോ അതോ വഴക്ക് പറയോ? വേണ്ട, ചോദിക്കണ്ട. അല്ല, ചോദിക്കണം. എന്റെ അച്ഛനും അമ്മയും ആരെന്നറിയേണ്ടത് എന്റെ അവകാശമാണ്. വേണ്ട, അമ്മയൊക്കെ ടെൻഷനായിരിക്കുമ്പോ അതിനിടയിൽ ഇത് ചോദിക്കണ്ട. വേണ്ട, അമ്മയച്ഛനും ആരെന്നറിയണ്ട. ഇവിടുത്തെ അച്ഛനും അമ്മയാ എന്റെ അച്ഛനും അമ്മയും. ഓക്കെ അച്ഛന്റെ ഒരു കാര്യം. അച്ഛമ്മ എന്താ പറയുന്നു? ഇല്ല സർ, കുറച്ചു നാളത്തേക്ക് പുതിയ കേസുകളൊന്നും എടുക്കുന്നില്ല. ഉള്ളത് തന്നെ ജൂനിയേഴ്സിനെ ഏൽപ്പിക്കാൻ പോവാം. അതെ. ഇല്ല സർ. ശരി. എന്തായാലും ചോദിക്കും. അപ്പൊ മോനെ, മോന്റെ ബുക്സ് ഒക്കെ നമുക്ക് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്താ മോനെ, എന്താ വല്ലാതിരിക്കുന്നേ? നമ്മള് മാറുന്നോണ്ടാണോ? അമ്മയ്ക്ക് എന്നെ ഇഷ്ടാണല്ലോ അല്ലേ? ഇതെന്താ വലിയ പ്രത്യേകതയുള്ള ചോദ്യമാണല്ലോ. മോൻ എന്ത് തോന്നുന്നു? അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നാണോ? ആണോ? അയ്യോ, അങ്ങനെയല്ല അമ്മേ. ഞാൻ ചോദിച്ചതാ. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ സത്യമല്ലേ പറയൂ. എന്താ മോനെ, നീ എന്താ വല്ലാതെ വളഞ്ഞു ചുറ്റി ചോദിക്കുന്നേ? എനിക്ക് അമ്മാന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. ഇന്നും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് കണ്ണടച്ച് മനസ്സിൽ അമ്മയെ തൊഴും. അമ്മയാണ് എന്റെ ദൈവം. അതുകൊണ്ടാ അമ്മയോടത് ചോദിക്കുന്നത്. എനിക്കൊരു പ്രയാസമുണ്ട്. അമ്മയെ വിഷമിപ്പിക്കാനും വയ്യ. എന്താ മോനെ, നീ കാര്യം പറ. കുറെ ദിവസങ്ങളായിട്ട് മനസ്സിൽ വന്ന കാര്യങ്ങളാ അമ്മ. അമ്മ സത്യം പറയണേ. ചോദിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം. എന്താ അപ്പു, നീ ചോദിക്ക. ഇനിയും അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ വയ്യാത്തോണ്ടാ അമ്മ. അതുകൊണ്ടാ. നീ പറയപ്പു, എന്താ എന്താ കാര്യം? അമ്മ,
എന്നെ വേറെ എവിടെന്നോ കൊണ്ടുവന്നതാണല്ലേ. ഞാൻ ഈ അമ്മയുടെയും അച്ഛന്റെയും മോനല്ല അല്ലേ? എന്നെ വേറെ എവിടെന്നോ കൊണ്ടുവന്നതാണല്ലേ. ദൂരെ എവിടെന്നോ. അമ്മ, എന്താ അമ്മേ? പ്ലീസ്, എനിക്ക് പേടിയാവുന്നമ്മ. നീ ഇവിടുത്തെ നീ എന്റെ മോന. നിന്റെ അമ്മ ഞാന്, നിന്റെ അച്ഛനാ ശ്രീ. അമ്മ, എനിക്കറിയാം ഞാൻ അമ്മയെ വിഷമിപ്പിക്കില്ല. അമ്മ തന്നെ എന്റെ അമ്മ. അതുപോലെ എന്റെ അച്ഛൻ തന്നെയാ എന്റെ അച്ഛൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടത്തെ അല്ല. അല്ലേ അമ്മേ? ആര് പറഞ്ഞു നീ ഇവിടുത്തെ അല്ലെന്ന്? എനിക്കറിയാം അമ്മേ. ചില കാര്യങ്ങള് ഓർക്കാൻ പറ്റുമല്ലോ. ചില കാര്യങ്ങളിൽ ഒരു തോന്നല് വരുമല്ലോ. ഒന്ന് സത്യം പറയണം പ്ലീസ് അമ്മേ, പ്ലീസ്. പോലീസൊക്കെ വന്നത് എന്നെ വേറെ എവിടെയോ കൊണ്ടുപോവാനല്ലേ? സ്ഥിരായിട്ട് ഫോൺ ചെയ്ത് ജീക്കാണോ എന്റെ യഥാർത്ഥത്തിലുള്ളവര്? അവരുടെ അടുത്തേക്കാണോ ഞാൻ പോകേണ്ടത്? നിന്റെ യഥാർത്ഥ അവകാശി ഞാനാ നിന്റെ അവകാശി. മോന് സംശയം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാൻ അമ്മയല്ലെന്ന് തോന്നിയെങ്കിൽ പറ. എന്റെ മുഖത്ത് നോക്കി പറ. നീ എന്റെ പൊന്നുമോന്, എന്റെ മാത്രം പൊന്നുമോൻ. അത് മാത്രം മോൻ അറിഞ്ഞാൽ മതി. അതാണ് സത്യം. അമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, അമ്മ ജീവിച്ചിരിക്കുന്നത് എന്റെ മോന് വേണ്ടിയാ. എനിക്കറിയാം അമ്മ, അത് എനിക്കറിയാം. ഈ ലോകത്തെ എല്ലാ അമ്മമാരും കൂടി ചേർന്നാലും എന്റെ അമ്മയുടെ അത്രയും ആവില്ല. അതെനിക്കറിയാം. പക്ഷേ എന്നിട്ട് എന്താ ഒരു പക്ഷേ ഞാൻ ജനിച്ചത് വേറമ്മയുടെ മോനായിട്ടായിരിക്കും അല്ലേ? അമ്മ സോറി. അമ്മ സോറി. എന്താ മോനെ, എന്താ നിനക്ക് ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ പെട്ടെന്ന് വരാൻ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? എനിക്ക് തോന്നിയതാ അമ്മ. എനിക്ക് അറിയണോന്ന് തോന്നി. അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അല്ലേ? സത്യമല്ലേ? എനിക്ക്
അറിഞ്ഞാ മതി. പ്ലീസ്, ഒന്നറിയാൻ വേണ്ടി. അമ്മ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് ഉറപ്പായി. മോനെ, എന്റെ മോൻ എന്തൊക്കെ മനസ്സിലാക്കിയാലും എത്രയൊക്കെ ഉറപ്പാക്കിയാലും ഞാൻ മോന്റെ അമ്മ. ആ അവകാശം ഈ അമ്മ ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോ അല്ലേ, ഞാനല്ലേ നിന്റെ അമ്മ? പറയും മോനെ. അമ്മ വിഷമിക്കണ്ട. ചോദിച്ചത് തെറ്റാണോ? ഞാനമ്മയെ വേദനിപ്പിച്ചോ? ഇല്ല. ഇപ്പോഴത് ചോദിച്ചില്ലെങ്കിൽ അമ്മയൊക്കെ വലിയ വിഷമത്തിലോട്ട് പോവും. ഞാൻ ചോദിച്ചത് ശരി തന്നെയാ. എവിടെയോ എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ. ശ്രീ, ഞാനൊക്കെ കേട്ടു. ഇങ്ങനെയൊരു നിമിഷം അപ്പുവിന്റെ ജീവിതത്തിൽ, അപ്പുവിന്റെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഇത്ര നേരത്തെ ആവുമെന്ന് കരുതിയില്ല. ജീവിതത്തിൽ ഇനി ഏത് സാഹചര്യം ഉണ്ടായാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും കരയില്ല എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് കരുതിയിരുന്നത്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നെന്റെ കണ്ണ് നിറഞ്ഞു. എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്ന എന്റെ അപ്പു, അവന്റെ അച്ഛൻ ആരാണെന്ന് തന്നോട് ചോദിച്ച ആ നിമിഷം, ഈ ബോംബ് വീണ് പൊട്ടുക എന്നൊക്കെ പറയില്ലേ, എന്റെ ജീവിതത്തിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു അവന്റെ ആ ചോദ്യം. ഒറ്റ
നിമിഷം കൊണ്ട് ഞാനൊരു ബിഗ് സീറോ ആയിപ്പോയി. രക്തം എന്തായാലും രക്തത്തിന് തന്നെ അന്വേഷിക്കും. അതാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം, രക്തബന്ധം. ഇതിപ്പോ വന്നു കയറിയൊരു ബന്ധം. അപ്പുവിന്റെ അച്ഛൻ സ്ഥാനം ഞാൻ തട്ടിയെടുത്ത് സ്ഥാപിച്ചൊരു ബന്ധം. ശ്രീ, എല്ലാം പറഞ്ഞൊന്ന് സമാധാനിക്കാനാ ശ്രീയുടെ അടുത്തേക്ക് വന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ വീണു പോവാതെ പിടിച്ചു നിർത്തിയിരുന്നത് ശ്രീയുടെ വാക്കുകളാ. അവൻ പറഞ്ഞു എന്ന് വെച്ച് എനിക്ക് അവന്റെ അമ്മയാവാതിരിക്കാൻ പറ്റുമോ? ശ്രീ പറ, ശ്രീക്ക് അവന്റെ അച്ഛനാവാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അവൻ നിശ്ചയിച്ചാലും അവൻ എന്റെ മോൻ തന്നെ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് കുടുംബവും കുട്ടികളും ഉണ്ടാവുകയാണെങ്കിലും എന്റെ മൂത്ത മോൻ അപ്പു തന്നെയായിരിക്കും. ഒരല്പം സെന്റിമെന്റലായി പറയാണെന്ന് തന്നെ വെച്ചോ. ഈ സമയത്ത് അത് പറയണം, എന്റെ ഒരു ആഗ്രഹം പോലെ. എന്താന്ന് വെച്ചാൽ, മരിക്കുമ്പോ, മരണം എന്നോ നാളെയോ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞോ, അതെന്നായാലും മരിക്കുമ്പോ അവൻ വേണം ചിതയ്ക്ക് തീ കൊളുത്താൻ. ഞാൻ പറയുന്നത് മെച്ചൂരിറ്റി ഇല്ലാത്ത ഡയലോഗാണെന്ന് കരുതണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് താനെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ പറഞ്ഞതാ, അല്ലാതെ മരിക്കാൻ പ്രായമായി എന്ന് വെച്ചിട്ടല്ല. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പുവിന് വേണ്ടി കൂടിയ ഇങ്ങനെ നിഴലെ പോലെ ശ്രീ കൂടെ നടന്നത്. അവസാനം ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് യാതൊരു അവകാശമോ പരിഗണനയോ ഇല്ലാതായി പോയെന്ന് തോന്നിയോ? ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പറഞ്ഞില്ലേ, എനിക്കവൻ മോൻ തന്നെയാ. പിന്നെന്താ, ഒരു നിമിഷത്തെ ഒരു അലച്ചിൽ, ഒരടി കിട്ടിയതുപോലെ അതങ്ങ് മാറി. അവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നമ്മൾ കരുതും കുട്ടികളൊന്നും അറിയുന്നില്ല എന്ന്, അവര് തീരെ കുഞ്ഞുങ്ങളാണെന്ന്. പക്ഷെ വീട്ടിലെ ഓരോ ചലനങ്ങളും അവരറിയുന്നുണ്ട്. മുതിർന്നവരുടെ ഓരോ വാക്കുകളും ഓരോ ചെറിയ സംഭവങ്ങളും കണക്ട് ചെയ്ത് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അവർക്ക് കഴിയും. അപ്പോ അങ്ങനെ എല്ലാം ഊഹിച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ തന്നോടൊന്നും ചോദിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കും. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഏതായാലും ഇനിയും ചോദ്യങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഭാഗത്തുനിന്നൊരു ഞെട്ടലുണ്ടാവില്ലല്ലോ. നമ്മൾ അതുമായി പൊരുത്തപ്പെടണമല്ലോ. പിന്നെ മാനസികമായി ഞാനൊന്ന് തയ്യാറെടുക്കണം. എന്തെന്ന് വെച്ചാൽ ഒരു സത്യമായിട്ട് പൊരുത്തപ്പെടാൻ. അപ്പോ അവന്റെ യഥാർത്ഥ അവകാശങ്ങളിലേക്ക് പോയേക്കൊന്ന്. ശ്രീ, അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്നല്ലേ? ചിന്തിച്ചേ പറ്റൂ. വെറുതെ ചിന്തിക്കുകയല്ല, ചിന്തിച്ച് അംഗീകരിക്കണം. നാളെ ഒരു സമയത്ത് തന്നെ എന്നെ നോക്കി അവൻ വിരൽ ചൂണ്ടിയെന്നും വരാം. നമ്മളാണ് അവനെ അവന്റെ കുടുംബത്തിന് അകറ്റിയെന്നും പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് അത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന്. അവൻ എന്റെ മോന്. അവൻ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിച്ച? അപ്പൂന് തോന്നിയ സംശയങ്ങളായി തന്നെ നിലനിർത്തണം. ഇവിടെ ഇപ്പൊ അപ്പൂനെ അന്വേഷിച്ച് ജികെയും പോലീസും ഒക്കെ വരുന്നതിൽ നിന്നും അവൻ ഊഹിച്ചെടുത്ത കാര്യങ്ങള് ഊഹങ്ങളായി തന്നെ നിലനിർത്തണം. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അവൻ നമ്മളോടൊന്നും ചോദിച്ചിട്ടുമില്ല. അങ്ങനെ മനസ്സിലുറപ്പിച്ച കാര്യങ്ങൾ എളുപ്പമാവും.
ശരിയാ, അവനൊന്നും ചോദിച്ചിട്ടില്ല. അവൻ ഇനി എന്തെങ്കിലും ചോദിച്ചാലും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് തന്നെ മറുപടി പറയാം. അപ്പോ എന്താ അപ്പോ? നീ എവിടെയായിരുന്നു അപ്പോ? അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കായിരുന്നോ? അത് കൊള്ളാലോ. എന്ത് കാര്യങ്ങളാ നീ സംസാരിച്ച്? എന്റെ അമ്മയച്ഛനെയും കുറിച്ചുള്ള കാര്യങ്ങള്. എന്താ അപ്പോ? എന്റെ അമ്മയച്ഛനെയും കുറിച്ചുള്ള കാര്യങ്ങൾ. ചേച്ചിമാർക്ക് അച്ഛനെയും അമ്മയും ഒക്കെ കിട്ടി. അപ്പോ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് എനിക്കും അറിയണ്ടേ ചേച്ചി?